ഹായ്. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് എന്റെ പ്രസവകാല ഓർമ്മകളായിരുന്നു കേട്ടോ. അതിന്റെ രണ്ടാം ഭാഗം കുറെ പേര് ചോദിച്ചില്ല, കുറച്ച് പേര് ചോദിച്ചു. അപ്പൊ അവർക്ക് വേണ്ടിയാണ്. അങ്ങനെ എന്താ പറയണേ, പ്രസവം വലിയ സ്വപ്നം കണ്ട് എന്റെ മനസ്സിലെ ആ പ്രായത്തിലെ സ്വപ്നം അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഡെലിവറി റൂമിലേക്ക് പോകുന്നു, ടേബിളിൽ കിടക്കുന്നു, രണ്ടോ മൂന്നോ പുഷേന്ന് കൊച്ചു പുറത്തു നിന്ന് പോകുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ പുഷ് ഞാൻ സ്വപ്നം കണ്ട ഞാൻ തലേദിവസം 7 മണിക്ക് ഡെലിവറി റൂമിൽ കയറിയിട്ട് ഞാൻ പിന്നെ തിരിച്ചിറങ്ങുന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:45 എമർജൻസി CS കഴിഞ്ഞ്. രണ്ടോ മൂന്നോ പുഷ് സ്വപ്നം കണ്ട എനിക്ക് പുഷുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയിട്ട് പോലും അകത്ത് കിടന്ന ആള് പുറത്തു വന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു എമർജൻസി CS മാറിയത്. അപ്പൊ എമർജൻസി CS ചെയ്യുന്നവര് പറയും, വേദനയൊന്നും അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ കയറി മുറിച്ച് കൊച്ചിനെ പുറത്തു കൊണ്ടുവന്നല്ലോ എന്ന്. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചിട്ടാണ് പ്രസവവേദന നമ്മൾ അറിഞ്ഞിട്ടാണ് പിന്നെ CS പോകണം. അപ്പൊ രണ്ട് വേദന അറിഞ്ഞു തന്നെയാണ് CS ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് കേസ് ആയിട്ട് നേരത്തെ പറഞ്ഞു വെച്ച ആൾക്കാരായിരിക്കും. അങ്ങനെ ഭയങ്കര മഹായുദ്ധം എല്ലാം കഴിഞ്ഞ് കൊച്ചിനെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മാരക വേഷം എന്ന് പറയും. കാരണം എനിക്ക് ഇച്ചിരി കളറുണ്ട്, എന്റെ ഇതാണ് കളർ കുറവാ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികള് ഏതൊക്കെ രീതിയിൽ എല്ലാവരും മാർക്ക് ഇടാവുന്നോ അതിന്റെ മാക്സിമം മാർക്ക് ഇട്ടിട്ടുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പൊ അത് അടുത്ത വീഡിയോ പറയാം കേട്ടോ. അത് വലിയൊരു കഥയാണ്. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ടാറ്റാ ബൈ ബൈ.